6-8-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ വികർമ്മം ചെയ്യുന്നത് അവസാനിപ്പിക്കൂ. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വികർമ്മജീത് സംവത്സരത്തിന് തുടക്കം കുറിക്കേണ്ടതുണ്ട്. ചോദ്യം: ഓരോ ബ്രാഹ്മണനായ കുട്ടിയും ഏതൊരു കാര്യത്തിൽ ബാബയെ തീർച്ചയായും ഫോളോ ചെയ്യേണ്ടതുണ്ട്? ഉത്തരം: ഏതുപോലെ ബാബ സ്വയം ടീച്ചറായി നിങ്ങളെ പഠിപ്പിക്കുന്നു, അതേപോലെ ബാബയ്ക്ക് സമാനം ഓരോരുത്തർക്കും ടീച്ചർ ആകേണ്ടതുണ്ട്. എന്ത് പഠിക്കുന്നുവോ അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. ടീച്ചറിൻ്റെ കുട്ടികളായ നിങ്ങൾ ടീച്ചറും സദ്ഗുരുവിൻ്റെ കുട്ടികൾ സദ്ഗുരുവുമാണ്. നിങ്ങൾക്ക് സത്യഖണ്ഡം സ്ഥാപിക്കേണ്ടതുണ്ട്. നിങ്ങൾ സത്യത്തിൻ്റെ തോണിയിലാണ്. നിങ്ങളുടെ തോണി ആടി ഉലയും, എന്നാൽ മുങ്ങിപ്പോവുകയില്ല. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് കുട്ടികളുമായി ആത്മീയ സംഭാഷണം നടത്തുന്നു. ആത്മാക്കളോട് ചോദിക്കുന്നു, കാരണം ഇത് പുതിയ നോളജ് ആണല്ലോ. ഇത് മനുഷ്യനിൽ നിന്നും ദേവത ആകുന്നതിന് വേണ്ടി പുതിയ നോളജ് അഥവാ പഠനമാണ്. ഇത് നിങ്ങളെ ആരാണ് പഠിപ്പിക്കുന്നത്? കുട്ടികൾക്കറിയാം, ആത്മീയ പിതാവ് കുട്ടികളായ നമ്മളെ ബ്രഹ്മാവിലൂടെ പഠിപ്പിക്കുന്നു. ഇത് മറക്കുവാൻ പാടില്ല. അത് പിതാവാണ്, പിന്നെ പഠിപ്പിക്കുന്നു, അപ്പോൾ ടീച്ചറുമായി. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നത് തന്നെ പുതിയ ലോകത്തേക്ക് വേണ്ടിയാണ്. ഓരോ കാര്യത്തിലും നിശ്ചയം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പുതിയ ലോകത്തിനായി പഠിപ്പിക്കുന്നവൻ ബാബ തന്നെയാണ്. മുഖ്യ കാര്യം തന്നെ ബാബയുടേതായി. ബാബ നമുക്ക് ഈ ശിക്ഷണം ബ്രഹ്മാവിലൂടെ നൽകുന്നു. ആരിലൂടെയെങ്കിലും നൽകുമല്ലോ. ഭഗവാൻ ബ്രഹ്മാവിലൂടെ രാജയോഗം പഠിപ്പിക്കുന്നു എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ആ ദേവീദേവതാ ധർമ്മം ഇപ്പോഴില്ല. ഇപ്പോൾ കലിയുഗം തന്നെയാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് തെളിയുന്നു. സ്വർഗത്തിൽ കേവലം ദേവീദേവതാ ധർമ്മത്തിലുള്ളവരാണ് ഉള്ളത്. ബാക്കി ഇത്രയും ധർമ്മങ്ങളെല്ലാം ഉണ്ടായിരിക്കുകയില്ല. അതായത് വിനാശമാകും. കാരണം സത്യുഗത്തിൽ മറ്റൊരു ധർമ്മമേ ഉണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഇപ്പോഴാണെങ്കിൽ അനേകം ധർമ്മങ്ങളുണ്ട്. ഇപ്പോൾ വീണ്ടും ബാബ നമ്മളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നു. കാരണം ഇപ്പോൾ സംഗമയുഗമാണ്. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ട വളരെ സഹജമായ കാര്യമാണ്. ത്രിമൂർത്തിയിലും ബ്രഹ്മാവിലൂടെ സ്ഥാപന എന്ന് കാണിക്കുന്നു. ആരുടെ സ്ഥാപന? തീർച്ചയായും പുതിയ ലോകത്തിൻ്റേതായിരിക്കും, പഴയതിൻ്റേതായിരിക്കില്ല. കുട്ടികൾക്ക് ഈ നിശ്ചയമുണ്ട്. പുതിയ ലോകത്തിൽ വസിക്കുന്നവർ ദൈവിക ഗുണങ്ങളുള്ള ദേവതമാർ തന്നെയാണ്. ഇപ്പോൾ നമുക്കും ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കവേ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യേണ്ടതുണ്ട്. ആദ്യം കാമത്തിൻ്റെ മേൽ ജയം നേടി നിർവികാരിയാകണം. ഇന്നലെ ഈ ദേവീ ദേവന്മാരുടെ മുന്നിൽ പോയി പറയുമായിരുന്നു, അങ്ങ് സമ്പൂർണ്ണ നിർവികാരിയാണ്, നമ്മൾ വികാരിയാണ്. സ്വയം വികാരിയാണെന്ന് ഫീൽ ചെയ്യുമായിരുന്നു. കാരണം വികാരത്തിൽ പോകുമായിരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾക്കും ഇങ്ങനെ നിർവികാരി ആകേണ്ടതുണ്ട്. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യേണ്ടതുണ്ട്. ഈ കാമം, ക്രോധം തുടങ്ങിയ വികാരങ്ങളുണ്ടെങ്കിൽ ദൈവിക ഗുണം എന്ന് പറയില്ല. വികാരത്തിൽ പോകുന്നത്, ക്രോധിക്കുന്നത് ആസുരീയ ഗുണമാണ്. ദേവതമാരിൽ ലോഭം ഉണ്ടായിരിക്കുമോ? അവിടെ 5 വികാരങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇത് രാവണൻ്റെ ലോകം തന്നെയാണ്. രാവണൻ്റെ ജന്മമുണ്ടാകുന്നത് ത്രേതയുടെയും ദ്വാപരയുടെയും സംഗമത്തിലാണ്. ഏതുപോലെ ഇത് പഴയ ലോകത്തിൻ്റെയും പുതിയ ലോകത്തിൻ്റെയും സംഗമം ആണല്ലോ, അതേപോലെ അതും സംഗമം ആകുന്നു. ഇപ്പോൾ രാവണ രാജ്യത്തിൽ വളരെയധികം ദുഃഖമുണ്ട്, രോഗമുണ്ട്. ഇതിനെ പറയുന്നത് തന്നെ രാവണ രാജ്യം എന്നാണ്. രാവണനെ ഓരോ വർഷവും കത്തിക്കുന്നു. വാമമാർഗത്തിൽ പോകുന്നതിലൂടെ വികാരിയായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിർവികാരി ആകേണ്ടതുണ്ട്.
ഇവിടെ തന്നെയാണ് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യേണ്ടത്. ആര് എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നുവോ അങ്ങനെ തന്നെയുള്ള ഫലം നേടുന്നു. കുട്ടികളിൽ നിന്നും ഇപ്പോൾ ഒരു വികർമ്മവും ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. ഒന്നാണ് വികർമാജീത് രാജാവ്, മറ്റൊന്നാണ് രാജാ വിക്രം. ഇത് വിക്രമ സംവത്സരമാണ്, അതായത് രാവണൻ്റെയും വികാരികളുടെയും സംവത്സരമാണ്. ഇതാരും മനസ്സിലാക്കുന്നില്ല. കൽപ്പത്തിൻ്റെ ആയുസ്സിനെ കുറിച്ച് ആർക്കും അറിയില്ല. വാസ്തവത്തിൽ വികർമാജീത് ആകുന്നത് ദേവതമാരാണ്. 5000 വർഷത്തിൽ 2500 വർഷം വിക്രം രാജാവിൻ്റേതായി, 2500 വർഷം വികർമാജീത് രാജാവിൻ്റേതാണ്, പകുതി വിക്രമിൻ്റേതാണ്. ആ ലോകർ പറയുന്നുണ്ടെങ്കിലും ഒന്നും അറിയുന്നില്ല. നിങ്ങൾ പറയും വികർമാജീത്തിൻ്റെ സംവത്സരം 1-ാം വർഷം മുതൽ ആരംഭിക്കുന്നു, പിന്നെ 2500 വർഷത്തിന് ശേഷം വിക്രമ സംവത്സരം ആരംഭിക്കുന്നു. ഇപ്പോൾ വിക്രമ സംവത്സരം പൂർത്തിയാകും. വീണ്ടും നിങ്ങൾ വികർമാജീത് മഹാരാജാവും മഹാറാണിയും ആയിക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ ആയി മാറുമോ അപ്പോൾ വികർമാജീത് സംവത്സരം ആരംഭിക്കും. ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. നിങ്ങളോട് പറയുന്നു, ബ്രഹ്മാവിനെ എന്തിനാണ് ഇരുത്തിയിരിക്കുന്നത്? നിങ്ങൾ ഇദ്ദേഹവുമായി എന്തിനു ബന്ധപ്പെടുത്തി? നമ്മളെ പഠിപ്പിക്കുന്നവൻ ഇദ്ദേഹമൊന്നുമല്ല. നമ്മൾ ശിവ് ബാബയിൽ നിന്നാണ് പഠിക്കുന്നത്. ഇദ്ദേഹവും ആ ഒന്നിൽ നിന്നാണ് പഠിക്കുന്നത്. പഠിപ്പിക്കുന്നവൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്ന് വിചിത്രമാണ്. ആ ഒന്നിന് ചിത്രം, അതായത് ശരീരം ഇല്ല. ആ ഒന്നിനെ പറയുന്നത് തന്നെ നിരാകാരൻ എന്നാണ്. അവിടെ എല്ലാ നിരാകാരി ആത്മാക്കളും വസിക്കുന്നു. പിന്നെ ഇവിടെ വന്ന് സാകാരിയാകുന്നു. പരംപിത പരമാത്മാവിന് എല്ലാവരെയും ഓർമ്മിക്കുന്നു. അത് ആത്മാക്കളുടെ പിതാവാണ്. ലൗകിക പിതാവിനെ കുറിച്ച് പരമം എന്ന വാക്ക് പറയുന്നില്ല. ഇത് വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. സ്കൂളിലെ സ്റ്റുഡൻറ് പഠനത്തിൻ്റെ മേൽ അറ്റൻഷൻ നൽകുന്നു. എപ്പോഴാണോ ഏതെങ്കിലും പദവി നേടുന്നത്, ബാരിസ്റ്ററോ മറ്റോ ആയി മാറുന്നത്, അപ്പോൾ പിന്നെ പഠനം അവസാനിക്കുന്നു. ബാരിസ്റ്റർ ആയ ശേഷം വീണ്ടും പഠിക്കുകയില്ല. അങ്ങനെയല്ല, പഠനം പൂർത്തിയാകുന്നു. നിങ്ങളും ദേവതയായി കഴിഞ്ഞുവെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പഠനത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരിക്കില്ല. 2500 വർഷം ദേവതമാരുടെ രാജ്യം നടക്കുന്നു. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. നിങ്ങൾ പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. ഇതും ചിന്തയിൽ വയ്ക്കേണ്ടത് ആവശ്യമാണ്. പഠിപ്പിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ടീച്ചറാകും? നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സാണ്. ടീച്ചറിൻ്റെ സന്താനങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങൾക്കും ടീച്ചർ ആകേണ്ടതുണ്ട്. അപ്പോൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി എത്ര ടീച്ചേഴ്സിന് വേണം? ഇതുപോലെ ബാബ ടീച്ചറും സദ്ഗുരുവുമാണ്. അതേപോലെ നിങ്ങളും ടീച്ചറാണ്. സദ്ഗുരുവിൻ്റെ കുട്ടികൾ സദ്ഗുരുവാണ്. മറ്റേത് സദ്ഗുരുവൊന്നുമല്ല. ആ ഗുരുവിൻ്റെ കുട്ടികൾ ഗുരുവാണ്. സത് എന്നാൽ സത്യം. സത്യഖണ്ഡം എന്നും ഭാരതത്തെയാണ് പറഞ്ഞിരുന്നത്. ഇത് അസത്യഖണ്ഡമാണ്. സത്യഖണ്ഡം ബാബ തന്നെയാണ് സ്ഥാപിക്കുന്നത്. ആ ഒന്നാണ് സത്യമായ സായി ബാബ. എപ്പോഴാണോ റിയലായ ബാബ വരുന്നത്, അപ്പോൾ അസത്യവും ധാരാളം ഇറങ്ങുന്നു. തോണി ഉലയും കൊടുങ്കാറ്റ് വരും, പക്ഷേ മുങ്ങിപ്പോവുകയില്ല എന്ന മഹിമയും ഉണ്ടല്ലോ. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരും, അതിനെ ഭയപ്പെടരുത്. മായയുടെ കൊടുങ്കാറ്റ് വരും എന്ന് സന്യാസിമാർ നിങ്ങളോട് ഒരിക്കലും പറയില്ല. തോണിയിൽ അക്കരെ എവിടെ കൊണ്ടുപോകും എന്നത് അവർക്ക് അറിയുകയില്ല. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ഭക്തിയിലൂടെ സദ്ഗതി ഉണ്ടാകുന്നില്ല, താഴേക്ക് തന്നെ ഇറങ്ങി വരുന്നു. ഇങ്ങനെ പറയുന്നു, ഭഗവാൻ വന്ന് ഭക്തർക്ക് ഭക്തിയുടെ ഫലം നൽകുന്നു. ഭക്തി തീർച്ചയായും ചെയ്യേണ്ടത് ആവശ്യമാണ്. ശരി, ഭക്തിക്കുള്ള ഫലം എന്താണ് ഭഗവാൻ വന്ന് നൽകുക? തീർച്ചയായും സദ്ഗതി നൽകും. പറയുന്നുണ്ട്, പക്ഷേ എപ്പോൾ, എങ്ങനെ നൽകും? ഇതറിയില്ല. നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയും,
ഇത് അനാദിയായി തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു, പരമ്പരയായി തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. രാവണനെ എപ്പോൾ മുതൽ കത്തിക്കാൻ ആരംഭിച്ചു? പരമ്പരയായി എന്ന് പറയും. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ പറയുന്നു, ഇവരുടെ ജ്ഞാനം പുതിയ ഒന്നാണ്. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ മനസ്സിലാക്കിയോ അവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ബ്രഹ്മാവിൻ്റെ കാര്യമേ വിട്ടേക്കൂ. ശിവബാബയുടെ ജന്മമുണ്ടല്ലോ, അതിനെ ശിവരാത്രി എന്നും പറയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എൻ്റെ ജന്മം ദിവ്യവും അലൗകികവുമാണ്. ലോകത്തിലെ മനുഷ്യരെ പോലെ ജന്മം ലഭിക്കുന്നില്ല. കാരണം അവരെല്ലാം ഗർഭത്തിലൂടെയാണ് ജന്മമെടുക്കുന്നത്, ശരീരധാരിയാകുന്നു. ഞാനാണെങ്കിൽ ഗർഭത്തിൽ പ്രവേശിക്കുന്നില്ല. ഈ നോളജ് പരംപിത പരമാത്മാവിനല്ലാതെ, ജ്ഞാനസാഗരത്തിനല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ജ്ഞാനസാഗരം എന്ന് ഏതെങ്കിലും മനുഷ്യനെ അല്ല പറയുന്നത്. ഈ ഉപമ തന്നെ നിരാകാരൻ്റേതാണ്. നിരാകാരനായ ബാബ ആത്മാക്കളെ പഠിപ്പിക്കുന്നു, മനസ്സിലാക്കിക്കുന്നു. കുട്ടികളായി നിങ്ങൾ ഈ രാവണൻ്റെ രാജ്യത്തിൽ പാർട്ട് അഭിനയിച്ച് ദേഹാഭിമാനി ആയിരിക്കുന്നു. ആത്മാവാണ് എല്ലാം ചെയ്യുന്നത്. ഈ ജ്ഞാനം ഇല്ലാതായി. ഇത് ഓർഗൻസ് ആണല്ലോ. ഞാൻ ആത്മാവാണ്. വേണമെങ്കിൽ ഇതിലൂടെ കർമ്മം ചെയ്യിക്കാം, അല്ലെങ്കിൽ ചെയ്യിക്കാതിരിക്കാം. നിരാകാരി ലോകത്തിലാണെങ്കിൽ ശരീരരഹിതമായി ഇരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തൻ്റെ വീടിനെയും അറിഞ്ഞു കഴിഞ്ഞു. അവരാണെങ്കിൽ പിന്നെ വീടിനെ ഈശ്വരനായി കണക്കാക്കുന്നു. ബ്രഹ്മജ്ഞാനിയോ തത്വജ്ഞാനിയോ ആണല്ലോ. ബ്രഹ്മത്തിൽ ലയിച്ചു ചേരും എന്ന് പറയുന്നു, അഥവാ ബ്രഹ്മത്തിൽ നിവസിക്കും എന്ന് പറയുകയാണെങ്കിൽ ഈശ്വരൻ വേറെയായേനെ. ഇവർ ബ്രഹ്മത്തെ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ബാബയെയും മറന്നു പോകുന്നു. ഏതൊരു ബാബയാണോ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നത് ആ ഒന്നിനെ ഓർമ്മിക്കേണ്ടതാണല്ലോ. കാരണം ആ ഒന്ന് സ്വർഗം ഉണ്ടാക്കുന്നവനാണ്. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗി ബ്രാഹ്മണരാണ്. നിങ്ങൾ ഉത്തമ പുരുഷനാകുന്നു. കനിഷ്ഠ പുരുഷൻ ഉത്തമമായവരുടെ മുന്നിൽ ശിരസ് നമിക്കുന്നു. ദേവതമാരുടെ ക്ഷേത്രത്തിൽ പോയി എത്ര മഹിമ പാടുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെയാണ് ദേവതയാകുന്നത്. ഇത് വളരെ സിമ്പിളായ കാര്യമാണ്. വിരാട രൂപത്തെക്കുറിച്ചും പറഞ്ഞു തന്നു. വിരാട ചക്രമുണ്ടല്ലോ. അവർ കേവലം ബ്രാഹ്മണൻ, ദേവത, ക്ഷത്രിയൻ എന്ന് പാടുന്നു. ലക്ഷ്മി നാരായണൻ തുടങ്ങിയവരുടെ ചിത്രമുണ്ടല്ലോ. ബാബു വന്ന് എല്ലാം കറക്റ്റ് ചെയ്യുന്നു. നിങ്ങളെയും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭക്തിമാർഗത്തിൽ ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾ എന്തെല്ലാം ചെയ്തു വന്നുവോ അത് റോങ് ആണ്. അതിനാൽ നിങ്ങൾ തമോ പ്രധാനം ആയിരിക്കുന്നു. ഇപ്പോൾ അൺറൈറ്റേഴ്സ് വേൾഡ് തന്നെയാണ്. ഇതിൽ ദുഃഖം തന്നെ ദുഃഖമാണ്. കാരണം രാവണൻ്റെ രാജ്യമാണ്. എല്ലാവരും വികാരിയാണ്. രാവണൻ്റെ രാജ്യമാണ് അൺറൈറ്റേഴ്സ്, രാമൻ്റെ രാജ്യമാണ് റൈറ്റേഴ്സ്. ഇത് കലിയുഗമാണ്, മറ്റേത് സത്യയുഗമാണ്. ഇത് വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. ഈ ഒന്ന് ശാസ്ത്രങ്ങൾ എടുക്കുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? തൻ്റെയും നോളജ് നൽകി, രചനയുടെയും അറിവ് നൽകി. അവരുടെ ബുദ്ധിയിൽ ശാസ്ത്രങ്ങളുണ്ട്. അത് പഠിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു. സർവരുടെയും സുഖദാതാവ് ഒരു ശിവ് ബാബയാണ്. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്ന പിതാവാണ്. ആ ഒന്നിനെ പരംപിത പരമാത്മാവ് എന്ന് പറയുന്നു. പരിധിയില്ലാത്ത പിതാവ് തീർച്ചയായും പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. 5000 വർഷം മുമ്പ് നിങ്ങൾ സ്വർഗവാസിയായി, ഇപ്പോൾ നരകവാസിയാണ്. ഈ രാവണ രാജ്യത്തിലും രാജാക്കന്മാരും മഹാരാജാക്കന്മാരുമുണ്ട്. അവർ വളരെയധികം ധനികർ, മറ്റവർ സമ്പത്ത് കുറഞ്ഞവർ. അവരെ സൂര്യവംശി ചന്ദ്രവംശി എന്ന് പറയുകയില്ല. ഇതിൽ ധനികർക്ക് മഹാരാജാവിൻ്റെ പദവി ലഭിക്കുന്നു, സമ്പത്ത് കുറഞ്ഞവർക്ക് രാജാവിൻ്റേത്. ഇപ്പോഴാണെങ്കിൽ പ്രജയുടെ മേൽ പ്രജയുടെ രാജ്യമാണ്. നാഥനോ യജമാനനോ ഒന്നുമില്ല. രാജാവിനെ പ്രജകൾ അന്നദാതാവായി മനസ്സിലാക്കുമായിരുന്നു.
ഇപ്പോഴാണെങ്കിൽ അവരും പോയി. ബാക്കി പ്രജകളെ നോക്കൂ, എന്തവസ്ഥയാണ്! എത്ര അടിയും വഴക്കും മറ്റുമാണ്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ആദ്യം മുതൽ അന്തിമം വരെയുള്ള മുഴുവൻ നോളജുമുണ്ട്. രചയിതാവായ ബാബ ഇപ്പോൾ പ്രാക്ടിക്കലിലുണ്ട്. പിന്നെ ഭക്തിമാർഗത്തിൽ അതിൻ്റെ കഥ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങളും പ്രാക്ടിക്കലിലുണ്ട്. പകുതി കൽപ്പം നിങ്ങൾ രാജ്യം ഭരിക്കും. പിന്നീട് കഥയായി മാറും. ചിത്രങ്ങൾ അവശേഷിക്കും. ഇപ്പോൾ ഇവർ എപ്പോഴാണ് രാജ്യം ഭരിച്ചിരുന്നത് എന്ന് ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയും. സന്യാസിമാർ നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. നിങ്ങൾ പവിത്ര ഗൃഹസ്ഥ ആശ്രമത്തിലുള്ളവരാണ്. പിന്നെ അപവിത്ര ഗൃഹസ്ഥ ആശ്രമത്തിലേക്ക് പോകേണ്ടതുണ്ട്. സ്വർഗത്തിലെ സുഖങ്ങളെക്കുറിച്ച് ആരും അറിയുന്നില്ല. നിവൃത്തി മാർഗത്തിലുള്ളവർക്ക് ഒരിക്കലും പ്രവൃത്തി മാർഗത്തിലുള്ളവരെ പഠിപ്പിക്കാൻ സാധിക്കില്ല. മുൻപാണെങ്കിൽ കാട്ടിൽ വസിച്ചിരുന്നു. അവരിൽ ശക്തി ഉണ്ടായിരുന്നു. കാട്ടിൽ തന്നെ അവർക്കുള്ള ഭോജനം എത്തിക്കുമായിരുന്നു. ഇപ്പോൾ ആ ശക്തിയെ അവശേഷിക്കുന്നില്ല. ഏതുപോലെ നിങ്ങളിലും അവിടെ രാജ്യം ഭരിക്കുന്നതിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയാണുള്ളത്? അതേ ആൾക്കാർ തന്നെയാണല്ലോ. ഇപ്പോൾ ആ ശക്തി അവശേഷിക്കുന്നില്ല. ഭാരതവാസികളുടെ യഥാർത്ഥ ധർമ്മം ഏതെന്നായിരുന്നോ അതിപ്പോഴില്ല. അധർമ്മം ഉണ്ടായിരിക്കുകയാണ്. ബാബു പറയുന്നു, ഞാൻ വന്ന് ധർമ്മത്തിൻ്റെ സ്ഥാപനയും അധർമ്മത്തിൻ്റെ വിനാശവും ചെയ്യുന്നു. അധർമ്മികളെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നു. ബാക്കി ആര് അവശേഷിക്കുന്നോ അവർ വിനാശമാകും. എന്നിരുന്നാലും ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകൂ. ബാബയെ തന്നെയാണ് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ എന്ന് പറയുന്നത്. എപ്പോഴാണോ വളരെയധികം ദുഃഖിതരാകുന്നത് അപ്പോൾ തന്നെയാണ് ബാബ വന്ന് സുഖിയാക്കുന്നത്. ഇതും അനാദിയായി മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഉത്തമ പുരുഷൻ ആകുന്നതിന് വേണ്ടി ആത്മാഭിമാനിയാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. സത്പിതാവിനെ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും അസത്യവും അൺറൈറ്റിയസുമായ കാര്യം ചെയ്യരുത്. മായയുടെ കൊടുങ്കാറ്റുകളെ ഭയപ്പെടരുത്. സദാ ഇത് ഓർമ്മയുണ്ടായിരിക്കട്ടെ. സത്യത്തിൻ്റെ തോണി ആടി ഉലയും, എന്നാൽ മുങ്ങിപ്പോവുകയില്ല. സദ്ഗുരുവിൻ്റെ കുട്ടികൾ സദ്ഗുരുവായി എല്ലാവരുടെയും തോണിയെ അക്കരെ എത്തിക്കണം. വരദാനം. സഹജ യോഗത്തിൻ്റെ സാധനയിലൂടെ സാധനങ്ങളുടെ മേൽ വിജയം പ്രാപ്തമാക്കുന്ന പ്രയോഗി ആത്മാവായി ഭവിക്കട്ടെ. സാധനങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും സാധനങ്ങളെ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോഴും, അതായത് ഉപയോഗിക്കുമ്പോഴും യോഗത്തിൻ്റെ സ്ഥിതി ചഞ്ചലമാകരുത്. യോഗിയായി പ്രയോഗം ചെയ്യണം. ഇതിനെയാണ് വേറിട്ടവർ എന്ന് പറയുന്നത്. ഉണ്ടായിരിക്കുമ്പോഴും നിമിത്തമാത്രമായി അനാസക്ത രൂപത്തിൽ പ്രയോഗിക്കൂ. അഥവാ ഇച്ഛ ഉണ്ടായിരിക്കുമെങ്കിൽ ആ ഇച്ഛ നല്ലതാകാൻ അനുവദിക്കില്ല. പ്രയത്നിക്കുന്നതിൽ തന്നെ സമയം കടന്നുപോകും. ആ സമയത്ത് താങ്കൾ സാധനയിൽ ഇരിക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്യും. സാധനങ്ങൾ അതിൻ്റെ നേർക്ക് ആകർഷിക്കുകയും ചെയ്യും. അതിനാൽ പ്രയോഗി ആത്മാവായി സഹജയോഗത്തിൻ്റെ സാധനയിലൂടെ സാധനങ്ങളുടെ മേൽ, അതായത് പ്രകൃതിയുടെ മേൽ വിജയിയാകൂ. സ്ലോഗൻ. സ്വയം സന്തുഷ്ടമായിരുന്ന് സർവരെയും സന്തുഷ്ടമാക്കുന്നത് തന്നെയാണ് സന്തുഷ്ടമണിയാവുക എന്നത്. ഓം ശാന്തി. സംഗമയുഗത്തിൽ ബാബ് ദാദയിൽ നിന്നും ലഭിച്ച ദിവ്യബുദ്ധിയുടെ വിശേഷ വരദാനത്തിലൂടെ
ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ സ്പഷ്ടമായി കാണുന്നു. മസ്തക മധ്യത്തിൽ സൂക്ഷ്മ നക്ഷത്രമായി പ്രകാശിക്കുന്ന ആത്മസ്വരൂപത്തിൽ ഞാൻ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഞാൻ ശാന്തിയാകുന്ന എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തും ശാന്തിയുടെ പ്രകാശരശ്മികൾ വ്യാപിക്കുന്നു. ഇപ്പോൾ ഞാൻ ദിവ്യബുദ്ധിയുടെ ബലത്താൽ ദേഹത്തെയും ദേഹത്തിൻ്റെ ലോകത്തെയും വിസ്മൃതമാക്കി പ്രകാശ ശരീരം ധാരണ ചെയ്യുന്നു. ഈ സൂക്ഷ്മ പ്രകാശ ശരീരത്തിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഫരിസ്തകളുടെ ലോകമായ അവ്യക്ത വദനത്തിൽ എത്തിച്ചേരുന്നു. അതിസ്വച്ഛമായ പ്രകാശമയമായ ഈ സൂക്ഷ്മലോകത്തിൽ ബാപ്ദാദയുടെ വിശേഷ സ്നേഹസാഗര സ്വരൂപം ഞാൻ കാണുന്നു. ബാബ സ്നേഹസാഗരൻ്റെ സ്വരൂപത്തിൽ എനിക്ക് ദൃഷ്ടി തരുന്നു. ആ സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സദാ ശാന്തസ്വരൂപമായും സ്നേഹസ്വരൂപമായും ശക്തി സ്വരൂപമായും ഭവിക്കട്ടെ എന്ന ദിവ്യ വരദാനം ബാബ്ദാദ തൻ്റെ വരദാനി ദൃഷ്ടിയിലൂടെ വരദാനി ഹസ്തങ്ങളിലൂടെയും നൽകുന്നു. ഈ സമ്പന്നമായ ഡബിൾ ലൈറ്റ് സ്ഥിതിയിൽ ഞാൻ സാകാരത്തിലേക്ക് അവതരിക്കുന്നു. ഡബിൾ ലൈറ്റ് ഫരിഷ്തയായ ഞാൻ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും തരംഗങ്ങൾ വിശ്വമാകെ വ്യാപിപ്പിക്കുന്നു.